ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഇല്ല ഇവിടെ അത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളതാണ് ബി ചെയ്യുന്നത്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തോ. തുടങ്ങിയിട്ടെ. ഓം ഗണപതേ നമഃ. ഓം വിഘ്നേശ്വരായ വരദായ സുരപ്രിയായ ലംബോദരായ സകലായ ജഗദ്ഹിതായ ഹാസ്യാനനായ ശ്രുതിയജ്ഞ വിഭൂഷിതായ ആവർത്തശുണ്ഡധരായ നമോ നമസ്തേ. ഓം സംസരസ്വത്യേ നമഃ. മാണിക്യവീണാമുപലാളയന്തീം മദാലസാം മഞ്ജുളവാഗ്മിലാസാം ആഹേന്ദ്രനീലദ്യുതികോമളാംഗീം മാതംഗകന്യാം മനസാ സ്മരാമി. ഓം ഗുരുഭ്യോ നമഃ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഗുരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൻ. പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നേൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഹരി ഓം. ധ്യാനിക്കുന്നു ഞാനമ്മേ ഭഗവദ്ഗീതേ 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായുപദേശിച്ചതാം അമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാം അക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ, പരമാനന്ദത്തിനുറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ, വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്ത് വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദം ആരെ പ്രകീർത്തിക്കുന്നുവോ, യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ, ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ, ആ ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം.
ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 36-ാം ശ്ലോകം. എല്ലാവർക്കും മ്യൂട്ടായിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്തായിരുന്നു ചേട്ടാ? കേൾക്കാമല്ലേ? ചേട്ടൻ എന്തോ ചോദിച്ചായിരുന്നു അതിനിടയിൽ. ഇത് കട്ട് ചെയ്യാം ഞാൻ. നമ്മളത് ക്ലിയർ ആക്കിയിട്ട് തുടങ്ങാം. അല്ല, ചേട്ടൻ ചോദിച്ചായിരുന്നു എന്തെങ്കിലും? ചേട്ടൻ ഫ്രീസായെന്ന് തോന്നുന്നു. ഓ ആ ചേട്ടൻ ഹോസ്റ്റ്. അല്ല, ചേച്ചി എന്നാ തുടങ്ങിക്കോളൂ. ഭഗവത്ഗീത 4-ാം അധ്യായം. അപി ചേതസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വ്രജിനം സന്തരിഷ്യസി. ഹരി ഓം. പാപികളിൽ വച്ചേറ്റവും പാപിയാണെങ്കിൽ പോലും ഒരുവന് ജ്ഞാനമാകും തോണി കൊണ്ടു പാപക്കടൽ കടന്നിടാം. പാപകളങ്കിതമാം ദുഃഖസമുദ്രത്തെ തരണം ചെയ്തിടാം. ജ്ഞാനപ്രകാശത്തിൽ സർവപാപങ്ങളും നശിച്ചിടുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നെന്നറിയുന്നവൻ സദാ സ്വസ്വരൂപത്തിൽ ആത്മഭാവത്തിൽ വർത്തിച്ചിടുന്നു. പാപികളിൽ വച്ചേറ്റവും പാപിയാണെങ്കിൽ പോലും ഒരുവനു ജ്ഞാനമാകും തോണി കൊണ്ടു പാപക്കടൽ കടന്നിടാം. പാപകളങ്കിതമാം ദുഃഖസമുദ്രത്തെ തരണം ചെയ്തിടാം. ജ്ഞാനപ്രകാശത്തിൽ സർവപാപങ്ങളും നശിച്ചിടുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നെന്നറിയുന്നവൻ സദാ സ്വസ്വരൂപത്തിൽ ആത്മഭാവത്തിൽ വർത്തിച്ചിടുന്നു. യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ആളിക്കത്തും തീയിൽ വിറകരിഞ്ഞു വെണ്ണീറാകുന്ന പോലെ ജ്ഞാനത്തിനഗ്നി കർമ്മങ്ങളെ ഭസ്മമാക്കുന്നു അർജുന. വൈവിധ്യമാർന്ന വിറകിൻ തുണ്ടുകൾ പോലെ കർമ്മങ്ങൾ നന്മയും തിന്മയും ഇടകലർന്നാണുള്ളതെങ്കിലും ജ്ഞാനത്തിനഗ്നിയിൽ ഭസ്മീകരിക്കുമ്പോൾ എല്ലാ കർമ്മങ്ങളും ഒടുങ്ങുന്നു. അതല്ലെങ്കിൽ കർമ്മത്തിൻ പൂർവാവസ്ഥകൾ വാസനകളായി കാര്യകാരണത്തോടെ നമ്മിൽ മറ്റൊരവസ്ഥയിൽ സഞ്ചയിക്കുന്നു. ആളിക്കത്തും തീയിൽ വിറകരിഞ്ഞു വെണ്ണീറാകുന്ന പോലെ ജ്ഞാനത്തിനഗ്നി കർമ്മങ്ങളെ ഭസ്മമാക്കുന്നു അർജുന. വൈവിധ്യമാർന്ന വിറകിൻ തുണ്ടുകൾ പോലെ കർമ്മങ്ങൾ നന്മയും തിന്മയും ഇടകലർന്നാണുള്ളതെങ്കിലും ജ്ഞാനത്തിനഗ്നിയിൽ ഭസ്മീകരിക്കുമ്പോൾ എല്ലാ കർമ്മങ്ങളും ഒടുങ്ങുന്നു. അതല്ലെങ്കിൽ കർമ്മത്തിൻ പൂർവാവസ്ഥകൾ വാസനകളായി കാര്യകാരണത്തോടെ നമ്മിൽ മറ്റൊരവസ്ഥയിൽ സഞ്ചയിക്കുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. ആത്മജ്ഞാനം പോൽ പവിത്രമായി മറ്റൊന്നുമില്ലെന്നറിഞ്ഞാലും യോഗവിദ്യാസിദ്ധർ കാലക്രമത്തിൽ സ്വയമാജ്ഞാനമാർജിക്കുന്നു. വ്യാമോഹങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ആത്മജ്ഞാനം മഹത്തരം. യോഗമാർഗങ്ങളിൽ കൂടി ആത്മനിയന്ത്രണം ചെയ്തു നേടാമത്. നേടണം സ്വയമത് കാലക്രമത്തിൽ, ഗുരുവിനാവില്ലത് നൽകുവാൻ. ആത്മജ്ഞാനം പോൽ പവിത്രമായി മറ്റൊന്നുമില്ലെന്നറിഞ്ഞാലും
യോഗവിദ്യാസിദ്ധർ കാലക്രമത്തിൽ സ്വയമാജ്ഞാനമാർജിക്കുന്നു. വ്യാമോഹങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ആത്മജ്ഞാനം മഹത്തരം. യോഗമാർഗങ്ങളിൽ കൂടി ആത്മനിയന്ത്രണം ചെയ്തു നേടാമത്. സ്വയം നേടണമത് കാലക്രമത്തിൽ, ഗുരുവിനാവില്ലത് നൽകുവാൻ. ശ്രദ്ധാവാം ലഭത്തെ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. പരമാത്മതത്വത്തിൽ താൽപര്യമോടെ ഇന്ദ്രിയങ്ങളടക്കിയ ശ്രദ്ധാലുവാം സാധകനിൽ ആത്മജ്ഞാനമങ്കുരിക്കുന്നു. ആത്മജ്ഞാനിയിൽ താമസം വിനാ പരമശാന്തിയും വരും. തത്വമറിയാനുള്ളതാം ആത്മാർത്ഥ താൽപര്യം സുപ്രധാനം. ശാസ്ത്രവാക്യങ്ങൾ, ഗുരൂപദേശങ്ങൾ എന്നിവ സഹജമായി അറിയാനുള്ള ബുദ്ധി നൈപുണ്യവും ശ്രദ്ധയും അതിപ്രധാനം. ഇന്ദ്രിയ സംയമനം ഒന്നിനാലേ ഒരുവനിൽ ശ്രദ്ധയുണ്ടാവൂ. സമ്യക്കായി ഇവ മൂന്നും പ്രവർത്തിക്കും സാധകനിലുണ്ടാവും ശാന്തിപ്രഹർഷം. നാശമില്ലാത്തതാം പരമാനന്ദ പ്രസാദം. പരമാത്മതത്വത്തിൽ താൽപര്യമോടെ ഇന്ദ്രിയങ്ങളടക്കിയ ശ്രദ്ധാലുവാം സാധകനിൽ ആത്മജ്ഞാനമങ്കുരിക്കുന്നു. ആത്മജ്ഞാനിയിൽ താമസം വിനാ പരമശാന്തിയും വരും. തത്വമറിയാനുള്ളതാം ആത്മാർത്ഥ താൽപര്യം സുപ്രധാനം. ശാസ്ത്രവാക്യങ്ങൾ, ഗുരൂപദേശങ്ങൾ എന്നിവ സഹജമായി അറിയാനുള്ള ബുദ്ധി നൈപുണ്യവും ശ്രദ്ധയും അതിപ്രധാനം. ഇന്ദ്രിയ സംയമനമൊന്നിനാലേ ഒരുവനിൽ ശ്രദ്ധയുണ്ടാവൂ. സമ്യക്കായി ഇവ മൂന്നും പ്രവർത്തിക്കും സാധകനിലുണ്ടാവും ശാന്തിപ്രഹർഷം. നാശമില്ലാത്തതാം പരമാനന്ദ പ്രസാദം. അജ്ഞശ്ച ശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി. നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. തത്വത്തെ കുറിച്ചജ്ഞനായി ശ്രദ്ധയില്ലാതെ എല്ലാം സംശയത്തോടെ നോക്കിക്കാണുന്നവൻ നശിച്ചേ പോകുന്നു. സംശയാലുവിന്നില്ല ഇഹപരലോകങ്ങൾ, സുഖവും ശാന്തിയും. ബുദ്ധിക്കതീതമാണു സത്യമെന്നാലും വേണം സ്വബുദ്ധിയിൽ സുവ്യക്തമായി സത്യമെന്തെന്നുള്ള ധാരണ നേടണമത് ശാസ്ത്രപഠനത്തിലൂടെ. അതുപോൽ ആചാര്യോപദേശേനയും. ആത്മജ്ഞാനസിദ്ധിക്കു തടസ്സം സംശയം ഉറപ്പില്ലായ്മയും. തത്വത്തെ കുറിച്ചജ്ഞനായി ശ്രദ്ധയില്ലാതെ എല്ലാം സംശയത്തോടെ നോക്കിക്കാണുന്നവൻ നശിച്ചേ പോകുന്നു. സംശയാലുവിന്നില്ല ഇഹപരലോകങ്ങൾ, സുഖവും ശാന്തിയും. ബുദ്ധിക്കതീതമാണു സത്യമെന്നാലും വേണം സ്വബുദ്ധിയിൽ സുവ്യക്തമായി സത്യമെന്തെന്നുള്ള ധാരണ നേടണമത് ശാസ്ത്രപഠനത്തിലൂടെ. അതുപോൽ ആചാര്യോപദേശേനയും. ആത്മജ്ഞാനസിദ്ധിക്കു തടസ്സം സംശയം ഉറപ്പില്ലായ്മയും. യോഗസന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം. ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. ആസക്തിയില്ലാതെ കർമ്മയോഗം ചെയ്തും ജ്ഞാനം കൊണ്ടു സംശയങ്ങളെ ഛേദിച്ചും ആത്മസ്വരൂപമറിഞ്ഞ സാധകനെ ബന്ധിക്കാ കർമ്മങ്ങളൊന്നുമേ എന്നറിഞ്ഞാലും ധനഞ്ജയ. ജ്ഞാനം കൊണ്ടനാസക്തി കൈവന്നാൽ അഹന്തയില്ലാതാകുന്നു. സ്വാർത്ഥരഹിതമായുള്ള കർമ്മങ്ങൾ വാസനകളുണ്ടാക്കുന്നുമില്ല. സ്വപ്നത്തിൽ ചെയ്ത കുറ്റങ്ങൾക്കില്ല ശിക്ഷ ജാഗ്രത്തിലെന്ന പോലെ.
ആസക്തിയില്ലാതെ കർമ്മയോഗം ചെയ്തും ജ്ഞാനം കൊണ്ടു സംശയങ്ങളെ ഛേദിച്ചും ആത്മസ്വരൂപമറിഞ്ഞ സാധകനെ ബന്ധിക്കാ കർമ്മങ്ങളൊന്നുമേ എന്നറിഞ്ഞാലും ധനഞ്ജയ. ജ്ഞാനം കൊണ്ട് അനാസക്തി കൈവന്നാൽ അഹന്തയില്ലാതാകുന്നു. സ്വാർത്ഥരഹിതമായുള്ള കർമ്മങ്ങൾ വാസനകൾ ഉണ്ടാക്കുന്നില്ല. സ്വപ്നത്തിൽ ചെയ്ത കുറ്റങ്ങൾക്കില്ല ശിക്ഷ ജാഗ്രത്തിലെന്ന പോലെ. തസ്മാദജ്ഞാന സംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ഠ ഭാരത. ശ്രീമദ് ഭഗവത്ഗീതാ ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മ സന്യാസയോഗോ നാമ ചതുർത്ഥോധ്യായഃ. അതിനാൽ അജ്ഞാനം കൊണ്ടു നിൻ ഹൃദയത്തിലുണ്ടായ സംശയങ്ങളെയെല്ലാം ജ്ഞാനത്തിൻ വാളാൽ മുറിച്ചു നീക്കി യോഗമവലംബിച്ചു ജീവിച്ചാലും എഴുന്നേൽക്കൂ അർജുന. അനുഷ്ഠിച്ചാലും നിൻ കർത്തവ്യകർമ്മങ്ങൾ യജ്ഞമായി ആത്മാനുഭൂതി കൈവരുമ്പോൾ എല്ലാ സംശയങ്ങളും തീരും. അതിനായി അനുഷ്ഠിക്കണം യോഗം സാധനാക്രമങ്ങൾ. മുൻപേ ചൊന്നപോൽ യജ്ഞങ്ങൾ 12 വിധത്തിലാം. അതിനാൽ അജ്ഞാനം കൊണ്ടു നിൻ ഹൃദയത്തിലുണ്ടായ സംശയങ്ങളെയെല്ലാം ജ്ഞാനത്തിൻ വാളാൽ മുറിച്ചു നീക്കി യോഗമവലംബിച്ചു ജീവിച്ചാലും എഴുന്നേൽക്കൂ അർജുന. അനുഷ്ഠിച്ചാലും നിൻ കർത്തവ്യകർമ്മങ്ങൾ യജ്ഞമായി ആത്മാനുഭൂതി കൈവരുമ്പോൾ എല്ലാ സംശയങ്ങളും തീരും. അതിനായി അനുഷ്ഠിക്കണം യോഗം സാധനാക്രമങ്ങൾ. മുൻപേ ചൊന്നപോൽ യജ്ഞങ്ങൾ 12 വിധത്തിലാം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. 4-ാമത്തെ അധ്യായം ഇങ്ങനെ അവസാനിച്ചു. കർമ്മസന്യാസയോഗം. നമ്മൾ 3-ാമത്തേൽ കർമ്മയോഗമായിരുന്നു, കർമ്മസന്യാസയോഗം. ഇനി വരുന്നത് അടുത്ത 5-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത് കർമ്മസന്യാസ യോഗമാണ്. അപ്പൊ കർമ്മയോഗം കഴിഞ്ഞു. ഇനി അത് 3-ാമത്തേൽ അതായിരുന്നല്ലോ. ഇനി 5-ാമത്തേത് തുടങ്ങാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ സാറ് വന്നിട്ടുണ്ടെങ്കിൽ സാറിനോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയായിരുന്നു. ഈ 38-ാമത്തെ ശ്ലോകം നമ്മൾ പലതവണ ആവർത്തി വായിച്ചിരുന്നാലും നഹി ജ്ഞാനേന സദൃശം എന്നുള്ള എത്ര മനോഹരമായിട്ടുള്ള, എത്ര വിവരണാത്മകമായ ഒരു ട്രാൻസ്ലേഷനാണ് ശിവന്റെ അതിലൂടെ കിട്ടിയിട്ടുള്ളത്. പല വിവരണാത്മകമായിട്ടുള്ള പല വ്യാഖ്യാനങ്ങളും വായിക്കും. എന്നിരുന്നാലും അതിലൊക്കെ സംക്ഷിപ്തമായിട്ട് ഈ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണല്ലോ അത്. അത് പ്രത്യേകം പറയുന്നില്ല, ആത്മജ്ഞാനം പോലെ പവിത്രമായി മറ്റൊന്നുമില്ല. പിന്നെ കാലക്രമത്തിൽ അത് ഉണ്ടാവുള്ളൂ. പിന്നെ യോഗമാർഗങ്ങളിൽ കൂടി ആത്മനിയന്ത്രണം ചെയ്ത് വേണം അത് നേടാൻ. അത് സ്വയം നേടണം. ഗുരുവിന് അത് തകരാനും പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് സ്വയം നേടാനേ പറ്റുള്ളൂ. ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കത് ശിഷ്യന് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്ന് വളരെ പറഞ്ഞിട്ടുണ്ട്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ജ്ഞാനം പോലെ പവിത്രമായിട്ടൊന്നുമില്ല. പക്ഷെ ആത്മജ്ഞാനം കിട്ടാൻ ഗുരുവിന് സഹായിക്കാനേ പറ്റുള്ളൂ. ഗുരുവിന് അത് വിളമ്പി തരാനൊന്നും പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ പഠിക്കാനുള്ള താല്പര്യം, ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അത് തുടർന്ന് പഠിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗം കൂടി ആ ശ്രദ്ധയിലുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ആത്മജ്ഞാന സിദ്ധിക്ക് തടസ്സം സംശയം, ഉറപ്പില്ലായ്മയും എന്നിങ്ങനെ അതിനകത്ത് അങ്ങനെ പറയുന്നുമുണ്ട്. അതുപോലെ വേറൊരെണ്ണം ചേട്ടൻ അത് ശ്രദ്ധിച്ചു കാണും. ഏതായാലും മറ്റേ ആത്മസ്വരൂപം അറിഞ്ഞ സാധകനെ കർമ്മങ്ങൾ ബന്ധിക്കില്ല. അത് സ്വപ്നങ്ങളിൽ ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ ജാഗ്രതത്തിൽ കിട്ടില്ല എന്ന പോലെയാണ്. അത് സ്വാമി ചിന്മയാനന്ദയുടെ
ആ വ്യാഖ്യാനത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. സ്വപ്നത്തിൽ ചെയ്ത കുറ്റങ്ങൾക്ക് ജാഗ്രതത്തിൽ ശിക്ഷയില്ലാത്തതുപോലെയാണ് ഈ അനാസക്തമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ഫലം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി എനിക്ക്. ഗാന്ധിജി അതിന് പറയുന്നത് തന്നെ അനാസക്തി യോഗം എന്നാണല്ലോ ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ, അനാസക്തി യോഗം. അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ സംശയം നമുക്ക് ഇതിനകത്ത് പാടില്ല. നമ്മൾ അതിൽ വിശ്വസിക്കണം. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടും സംശയാസ്പദമായ ഒരു മനസ്സിന് ഇതൊട്ടും ഗ്രഹിക്കാൻ കഴിയില്ല. ഇതിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ വായിച്ചിരുന്നാൽ നമുക്ക് ഇതിൽ ഓരോ വാക്കുകളും വളരെയേറെ ഇത് അനുഭവസ്ഥമായി തീരുന്നതാണ്. അത് ആ വിശ്വാസം എന്നുള്ളത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വിശ്വാസം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങളോട് വിശ്വാസമാണോ, പറയുന്ന ആളുകളോടുള്ള വിശ്വാസമാണോ, അത് ഇത്രയധികം പഴക്കമുള്ളതായതുകൊണ്ട് ഇതിൽ തെറ്റ് വരാൻ സാധ്യതയില്ല എന്നുള്ള വിശ്വാസമാണോ, അങ്ങനെ ഒരു കോംപ്ലക്സ് ആണ് ആ വിശ്വാസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത്ര ഈസി എല്ലാം തോന്നുന്നു. ഞാനത് സാറുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അതിന് വേറെ എന്തെങ്കിലും ഒരു എനിക്കും അത് തന്നെ തോന്നിയിട്ടുണ്ട്. ഇത്ര വിപുലമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ തോന്നിയത് എന്താ വെച്ചാല് നമ്മുടെ സനാതന ധർമ്മത്തില് എന്തും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണമല്ലോ. അതിനകത്ത് ഒരു കാര്യം ഞാൻ ആലോചിച്ച് എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയ ഒരു ആൻസർ എന്താന്ന് വെച്ചാല്, ഈ ആത്മജ്ഞാനം നേടിയ ഗുരുക്കന്മാരും അതുപോലുള്ള വലിയ ആൾക്കാരും അവരുടെ താഴെ അല്ലെങ്കിൽ പിന്നീട് വരുന്ന തലമുറകളെ വഴിതെറ്റിക്കാനായിട്ടൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം. അതുകൊണ്ട് അവർ പറയുന്ന വാക്കില് വിശ്വസിക്കാം. അങ്ങനെ പിന്നെ എന്നിട്ട് പറയുന്നത് നിങ്ങൾ തന്നെ ശ്രമിക്കാനല്ലേ പറയുന്നത്. അപ്പൊ ഈ പാതയിൽ തെറ്റില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവാം. എങ്ങനെ ഗുരുക്കന്മാരുടെ പാത പിന്തുടരുക എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മം. അതെ, ആ ധർമ്മം, അത് മറ്റേ ആ ഒരു വിശ്വാസത്തിനൊരു കാരണമാണുള്ളൂ, ഒരു ബാക്ക്ഗ്രൗണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. അതെ, സാറ് സാധാരണ 5 മിനിറ്റ് മുമ്പ് കയറുന്ന. നമുക്ക് അടുത്ത് തുടങ്ങാൻ വേണമെങ്കിൽ, പക്ഷെ തുടങ്ങാൻ സമയമില്ല എന്ന് തോന്നുന്നു. 5 മിനിറ്റേ ഉള്ളൂ. അതുപോലെ രവി പറഞ്ഞ എന്തും ക്വസ്റ്റ്യൻ ചെയ്താണ് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ അന്തിമമായിട്ട് ഒരു ഭാഗത്ത് നമ്മൾ എത്തിച്ചേരും. അവിടെ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കഴിയുകയില്ല. എങ്ങനെ നമ്മള് ഇപ്പം അതാണ് വേദങ്ങൾ തന്നെ പറയുന്നത്. അതിൽ വിശ്വസിച്ചിരുന്നാലേ അതിനപ്പുറം അങ്ങോട്ട് വേദത്തിലെ എല്ലാ കാര്യങ്ങളും അല്ല. ഇപ്പം പ്രജ്ഞാനം ബ്രഹ്മ ഇത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഫർദറായിട്ട് അതിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ അതിന് ഒരു ഉത്തരം തരാനായിട്ട് കഴിയും? അത് സ്വയം ആർജിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള മഹാവാക്യങ്ങളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ ചേട്ടാ, അത് അവരുടെ അനുഭവജ്ഞാനത്തിൽ നിന്നാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ 4:34 പറയുന്നുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. അപ്പോ നമസ്കാരം ചെയ്ത് ഗുരു ശുശ്രൂഷ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചാൽ തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, തത്വദർശികളായ ജ്ഞാനികളിൽ നിന്ന് അവർക്ക് സംശയം ചോദിച്ച്, ഉചിതങ്ങളായിട്ടുള്ള സംശയം ചോദിച്ച് സമർപ്പണ ഭാവത്തിൽ കാര്യം അറിഞ്ഞ് മുന്നോട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. കാരണം അവരെ അന്ധമായിട്ട് വിശ്വസിക്കാൻ ഒരിടത്തും പറയുന്നില്ല. അത് രവിചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഉചിതമായ ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ അതുവരെയുള്ള ആ ഒരു ഗുരുവിനോടുള്ള വിശ്വാസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിന് കാരണം ഇതേ പറയാനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ വഴിതെറ്റിക്കാൻ വഴിയില്ല എന്ന ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി ചോദിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ജിജ്ഞാസയോടുകൂടി ചോദിക്കാം. പിന്നെ ഇത് പറയില്ലേ, ഒരു എക്സ് ഫാക്ടർ പറയില്ലേ. ഇപ്പൊ കണക്ക് പഠിപ്പിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ലെറ്റ് us assume എക്സ് ഈസ് ദ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാലും നമ്മൾ ആ എക്സ് എന്തുകൊണ്ട് എക്സ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം നമ്മൾ ഒരു പോസ്റ്റുലേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ. നമ്മളങ്ങനെ പറഞ്ഞിട്ടാണല്ലോ എക്സ് എന്ന് വിചാരിക്കൂ. ഇപ്പോ
അതായത് നിങ്ങളിത് പ്രൂവ് ചെയ്യുന്നത് വരെ ഇതിന് എക്സ് എന്ന് ഇടാം. ആ എക്സ് നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കാമല്ലോ പിന്നീട്. അപ്പോൾ ആ ഒരു തലത്തിലുള്ള വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അല്ലെങ്കിൽ നമ്മൾ മറ്റ് സംസ്കാരങ്ങളെ പോലെ തന്നെ ആയി പോകുമല്ലോ. വിശ്വസിക്കൂ, അതുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈശ്വരൻ പറഞ്ഞു അതുകൊണ്ട് വിശ്വസിക്കൂ എന്നുള്ളത് കൊണ്ട് കാര്യമില്ലല്ലോ. അതെ, അതായിരിക്കും. ഫ്രാൻസിസ് സാറിന് സാർ വന്നിട്ടുണ്ട്. ശരി, സാറിന്റെ പേര് നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങളിവിടെ 4ാമത്തെ അധ്യായം തീർന്നു കഴിഞ്ഞപ്പോ ഒരു ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോ സാറുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് എന്തെങ്കിലും കേൾക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഇവിടെ എന്താന്ന് അറിയില്ല, അതില് ലിങ്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ്. ഇനി മുതൽ ഞാൻ അതിനു മുമ്പ് അയക്കാൻ നേരിട്ട് അയക്കാം. അല്ല, പ്രസന്നൻ സാർ സാധാരണ ചെയ്യുന്നുണ്ട്. ഇന്നെന്താന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാന് സ്ഥലവും മാറിയിട്ട് ഞാൻ ഗുരുവായൂരായിരിക്കണം ഇപ്പോ. അപ്പൊ ഈ പറയുന്ന പോലെ ഇവിടെ ആകെ ഒരു മെസ്സാട്ടോ. ഈ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ എന്ന് പറഞ്ഞാല് ശാസ്ത്രേഷു ഗുരുവാക്യേഷു ച വിശ്വാസ ശ്രദ്ധ എന്നാണ്. ശാസ്ത്രങ്ങളിലും ഗുരുവാക്യങ്ങളിലുമുള്ള വിശ്വാസത്തെ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോ അതാണ് നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. വിശ്വാസം ഇല്ലാണ്ടാവുമ്പോഴാണ് ഒരു കാര്യത്തിൽ നിന്ന് മനസ്സ് പതറി പോവുക. അപ്പൊ നല്ല വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. വിശ്വാസം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അതാണ്. വിശേഷണയുള്ള ശ്വാസമാണ്. നമ്മുടെ ശ്വാസഗതി എന്താണ്, അത് ശരിയായിട്ട് അത് ഡിസ്റ്റർബ്ഡ് അല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും വിശ്വാസം. നമുക്ക് ഇപ്പൊ ഒരാള് നമ്മുടെ കയ്യിൽ എന്തോ വിലപിടിപ്പുള്ള ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപരിചിതനായിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നു. എന്തായിരിക്കും ആദ്യം തന്നെ? എന്താണ്? നമ്മുടെ ശ്വാസഗതിയാണ്. എന്താ ഇപ്പൊ ഇയാള് അടുത്ത് എന്നൊരു തോന്നലുണ്ടാവും. ശ്വാസഗതി വളരെ പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി പോകും. അപ്പൊ നമുക്ക് നേരെ കുറിച്ച് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്, നമ്മുടെ അമ്മയാണ് അടുത്ത് നിൽക്കുന്നത്, അച്ഛനാണ് അടുത്ത് നിൽക്കുന്നത്. നമ്മുടെ ശ്വാസഗതിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. അപ്പോ അവിടെയൊക്കെ എന്താണ്, നമുക്ക് ശരിക്കും ഈ ശ്വാസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറയേണ്ടതായിട്ടുണ്ട്. ശ്വാസം എപ്പോഴും എന്താണ്, എപ്പോഴും എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിലേക്ക് സ്പൃഹണീയമായിട്ടുള്ളതൊക്കെ നമ്മളിലേക്ക് വരികയും അസ്പൃഹണീയമായിട്ടുള്ളത് പോവുകയും ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടാത്തത്. അത് വേദം തന്നെയാണ് പറയുന്നത്. ഈശാന വാര്യ എന്താണ്, ആവാതവാഹി ഭേഷജം വിവാദവാഹി യത് രപഹ. ഭേഷജം ഔഷധങ്ങളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് വായു ചെയ്യുന്നത്. ഔഷധങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ഔഷധവും നമ്മൾ ഭക്ഷണ രൂപത്തിൽ കഴിച്ചിട്ടോ അല്ലെങ്കിൽ വാങ്ങി കഴിച്ചിട്ടോ അല്ല. നല്ലൊരു ഭാഗവും നമ്മുടെ ചുറ്റുമുള്ള ചെടികളും വൃക്ഷങ്ങളുമാണ് പ്രധാനപ്പെട്ട ഔഷധങ്ങൾ. അതാണല്ലോ ഓഷധികൾ എന്നാണ് ചെടികൾക്ക് പറയുന്ന പേര്, ഓഷധികള്. അത് നമ്മുടെ മരുന്നിന്റെ ഒരു പ്രത്യേകമായ യോഗത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് ഔഷധമാകുന്നത്. അല്ലെങ്കിൽ അതിനെ ഓഷധി എന്നാണ് പറയുക. ഓഷധികളുടെ ഈശനായിട്ട് ചന്ദ്രനെയും വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ഓഷധികള് എല്ലാം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഓഷധികളും നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യകമാണ്. അതെല്ലാം നമുക്ക് പോയി തിന്നാൻ പറ്റില്ല. അപ്പൊ എന്താണ്, അതിൻ്റെയൊക്കെ ഗന്ധവാഹൻ കാറ്റ്, ഇതിൻ്റെയൊക്കെ ഗന്ധം വഹിച്ചുകൊണ്ടാണ് വായു നമ്മളിലേക്ക് വരുന്നത്. ഇതിന്റെ ഒരു കൃത്യമായ ആവിഷ്കാരം രാമായണത്തിലാണ് ഉള്ളത്, അല്ലെ? രാമലക്ഷ്മണന്മാര് മോഹാലസ്യപ്പെട്ടു രാവണനുമായിട്ടുള്ള യുദ്ധത്തില്. ഉടൻ തന്നെ ജാംബവാൻ അന്വേഷിച്ചത് ഹനുമാനെയാണ്. എന്തുകൊണ്ടാണ് ജാംബവാൻ ഹനുമാനെ അന്വേഷിച്ചത്? അത് വൈദികമായ വേറെ ഒരാശയം. ഇങ്ങനെ പറഞ്ഞ വേദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് രാമായണ മഹാഭാരതങ്ങളില്. അത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടണമെങ്കിൽ കുറച്ച് ചിന്തിച്ചാൽ കിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഹനുമാനോട് പോയിട്ട് പറഞ്ഞു, നീ പോയിട്ട് ഉടൻ തന്നെ ഇന്ന ഔഷധികൾ കൊണ്ടുവരണം. ഹനുമാനാണെങ്കിൽ ഇതിനെ അറിഞ്ഞുകൂടാ. ഹനുമാൻ എന്താണ് ചെയ്തത്? ധാരാളം ഔഷധികളുള്ള ഒരു ഗിരിശൃംഗം തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. അതിൽ നിന്നുള്ള വായു ശ്വസിച്ചപ്പോ കുമാരന്മാരുടെ മോഹം വിട്ടുമാറി.
കണ്ടോ, എത്ര വലിയൊരു ഇക്കോളജിയാണെന്ന് ആലോചിച്ച് നോക്ക്. ധാരാളം എന്താണ് വൃക്ഷങ്ങളിൽ തട്ടി വരുന്ന വായു. ആരാണ് വായു? അവിടെയാണ് വേദം പറയുന്നത്, ആ വാത വാഹി ഭേഷജം. അല്ലയോ വായു ഭഗവാനെ, അവിടുന്ന് ഔഷധങ്ങളെ ഭേഷജം ഔഷധങ്ങളാ ഞങ്ങളിലേക്ക് കൊണ്ടുവരിക. വിവാത വാഹി യദ്രപ, ഞങ്ങളിൽ നിന്ന് പുറത്തേക്ക് വിവഹിക്കുക, പുറത്തേക്ക് കൊണ്ടുപോവുക. എന്ത്? യത് രപഹ. രപഹ എന്ന് പറഞ്ഞ രോഗം, അമീബ, രപഹ, ഈ പദങ്ങളൊക്കെ രോഗം എന്ന അർത്ഥത്തിലാണ് വേദത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളിൽ നിന്ന് അപകട അറിയാമല്ലോ, നമുക്ക് തന്നെ അറിയാമല്ലോ, ശ്വസിക്കുന്നത് അപകടമാണ്. അപ്പോ ഇത് ഞങ്ങളിൽ നിന്നുള്ള അപകടകരങ്ങളായിട്ടുള്ള അവസ്ഥകളെ പുറത്തേക്ക് കൊണ്ടുപോവുക. കാരണം ത്വം ഹി വിശ്വഭേഷജഃ ദേവാനാം ദൂത ഈയസേ, അവിടെ നിന്നാണ് എല്ലാ ഔഷധങ്ങളും. ദേവന്മാരുടെ ദൂതൻ ഉണ്ടോ, ഹനുമാൻ ദേവന്റെ ദൂതനാണ്. ദേവാനാം ദൂത ഈയസേ, എല്ലാ ഔഷധങ്ങളെയും അവിടുന്ന് കൊണ്ടു. ഇതാണ് ജാമ്പവാന്റെ പ്രവൃത്തിയിലുള്ളത്. ദേവന്റെ ദൂതനായിട്ടുള്ള, അതും വായുപുത്രൻ കൊണ്ടുവരാൻ പറഞ്ഞാണ്. അപ്പൊ ഇതെന്താണ്? ശ്വസിക്കുകയാണ്. ശ്വാസഗതി എന്തായിരിക്കണം? ശ്വാസഗതി ഇന്ററപ്റ്റഡ് ആയിരിക്കണം, അൺഡിസ്റ്റർബഡ് ആയിരിക്കണം. അപ്പോ ആ ശ്വാസഗതി നമ്മുടെ ഭഗവാൻ ഇങ്ങനെയുള്ള ഭഗവാനാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോ അതൊന്നും അല്ലടോ എന്ന് മനസ്സിൽ തോന്നിയാൽ എന്ത് വരും? ശ്വാസഗതിയിൽ മാറ്റം വരുന്നതാണ്. അപ്പോ ശ്വാസഗതി ഏറ്റവും എന്താണ്, അതിന്റെ ഒരു ഓപ്റ്റിമമായിട്ടുള്ള അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് മാറാൻ പാടില്ല. ഒരാളോട് ശത്രുവിനെതിരെ ശസ്ത്രം പ്രയോഗിക്കുമ്പോഴും ഇത് മാറാൻ പാടില്ല. അപ്പൊ ഇതാണ് വിശ്വാസം. അതുള്ളവൻ എന്തുണ്ടാകും? ജ്ഞാനമുണ്ടാകും. ശരിയായിട്ട് ധ്യാനിക്കാനുള്ളവൻ ധ്യാനിക്കുമ്പോ അപ്പൊ അവിടെ എന്തുണ്ട്? നമ്മുടെ ബോധ്യങ്ങളും അവിടെയുണ്ട്. അവിടെയാണ് വിശ്വാസം എന്നുള്ള പദത്തിനും എന്തർത്ഥം പറഞ്ഞാൽ പോരാ? ഫെയ്ത്ത് എന്നുള്ള അർത്ഥം നമുക്ക് പറഞ്ഞാൽ പോരാ. ഇങ്ങനെയാണ് ഈ സംസ്കൃതത്തിലെ പദങ്ങള് എന്തായി പോകുന്നത്? തർജ്ജമയിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ധ്യാനം, ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഭഗവാൻ രക്ഷിക്കും എന്ന് ഉത്തമ ബോധ്യമുള്ള ആളുടെ ശ്വാസഗതിക്ക് ഒരു മാറ്റവും വരില്ല. ഉത്തമ ബോധ്യം ഇല്ലാത്ത ആളുടെ ശ്വാസഗതി എന്തായിരിക്കും? അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള തോന്നലാൽ അത് എന്താവും? ഇന്ററപ്ഷൻ അതിന് വരും, ഡിസ്റ്റർബ്ഡ് ആയിത്തീരും. അതില്ലാത്ത ആൾക്ക് ജ്ഞാനവും ഉണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശരി. ശരി സാർ.